ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. അതിനായിട്ട് ഇതുപോലെ A4 സൈസ് പേപ്പർ ഒരു 4ആയിട്ടും അതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത് ഒരു ഹാഫ് ഫോൾഡിങ് ആയിട്ട് മടക്കുകയാണ്. ഇതൊരു മയിലാണ് ചെയ്യുന്നത്, ഒരു പീകോക്കിനെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫെദർ, അതിൻ്റെ ഒരു പീകോക്കിൻ്റെ ഒരു തൂവൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഹാഫ് കട്ട് ചെയ്താൽ മതി. ഫുള്ളായിട്ടുള്ള ഇതിപ്പം ഒരു 3, 4, 5 മടക്കാവുമ്പോഴത്തേക്ക് അത്രയ്ക്ക് നമുക്കത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2, 3, 4 ലെയറായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു മൈപ്പീലിയുടെ ഷേപ്പിന് ആദ്യമേ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം അതേപോലെ തന്നെ ഈ കാണിക്കുന്ന കണക്ക് കട്ട് ചെയ്ത് ഒരു പീലിയുടെ ഒരു ഷേപ്പിനായിട്ട് വെറും A4 സൈസ് പേപ്പറും അതുപോലെ തന്നെ ഈ ഒരു വാൾ ഹാങ്ങിങ്ങിന് ബൈൻഡും പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു മൈപ്പീലിയുടെ അത് മടക്കി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലെയറായിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇനി അതിൻ്റെ ഒരു ഷേപ്പ് ഞാൻ ബൈൻഡിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വെറും ഫെവിക്കോൾ വെച്ച് അത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലെയറായിട്ട് ഇതുപോലെ നമുക്കൊരു അടുക്കി സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്കിത് വെറുതെ ഇതിങ്ങനെ കട്ട് ചെയ്ത്, ഇതിപ്പോൾ ഒരുപാട് പീസുകളുണ്ട്, മടക്കി നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് കളർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഗ്രീൻ കളർ യൂസ് ചെയ്യാം. ഇത് ഞാൻ A4 സൈസ് ഒരു വെള്ള മയിൽ പീക്കോക്കായിട്ട് ശരിയാക്കാനായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം. അത് ഒട്ടിച്ചതിന് ശേഷം ഇനി ആ ഒരു ബൈൻഡിൽ കുറച്ച് ഒരു മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വരത്തക്ക വിധത്തിൽ ഇത് കാണിക്കുന്ന കണക്ക് നമ്മൾ വെറുതെ ഒരു മയിലിൻ്റെ ആ ഒരു കഴുത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നമ്മൾ ഞാൻ ന്യൂസ് പേപ്പറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടും. നമ്മൾ ഒരു വളയ്ക്കേണ്ട ആ രീതിയിൽ നമുക്കത് വളച്ചെടുക്കാൻ പറ്റും. പക്ഷേ നല്ല വലിയ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഒരു ചെറിയൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ആ ഒരു ബോഡിയുടെ ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ കൈവച്ച് മടക്കി ചുരുട്ടി അതുപോലെ തന്നെ ഫെവിക്കോളിൽ വെറുതെ അതിൻ്റെ ഒരു പ്രതലത്തിൽ കുറച്ച് പൊങ്ങിയിരിക്കത്തക്ക വിധത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബൈൻഡിൽ ചെയ്തതാണെന്ന് തോന്നാത്ത വിധത്തിൽ അത് കംപ്ലീറ്റ് റൗണ്ട് ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനായിട്ടാണ്. വീണ്ടും ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സെൻറ്ററിൽ വെച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡുകളിലും ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ആ ഒരു ബോഡി ഷേപ്പ്, ഇനി ആ ഒരു വിങ്സിന് വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ ഇരുന്ന് നമ്മൾ അതായത് തുണി വാങ്ങിക്കുന്ന നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നൊരു പ്ലാസ്റ്റിക് മോൾഡിങ് ആണ്, ഒരു ബൈൻഡ് പോലത്തതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി എൻ്റെ അത് വേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനതൊരു വിങ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു വിങ്സ് റെഡി ആയിക്കഴിഞ്ഞ് ഇനി അതിൻ്റെ ആ ഒരു വിങ്സിൻ്റെ മുകളിൽ തൂവൽ റെഡിയാക്കാനായിട്ട് ഞാനത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ 2, 3, 4 കട്ട് ചെയ്ത് മടക്കി ഫോൾഡ് ചെയ്ത് അത് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് 2, 3, 4 ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെയറുകൾ കിട്ടും. അപ്പോൾ എളുപ്പമുണ്ട്. നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ 3, 4, 5, 7 ഒരുപാട് നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം നമ്മൾ ആ ഒരു വിങ്സിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫെവിക്കോൾ യൂസ് ചെയ്താണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇളക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ്.
ഇതുപോലെ ഒട്ടിച്ച് എടുത്ത് ഓരോന്നോരോന്ന് ലെയറായിട്ട് നമ്മളത് ഒട്ടിച്ചതിന് ശേഷം ഗോൾഡൻ വയർ ഇതുപോലെ അത് നമ്മൾ ഹാങ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ യൂസ് ചെയ്ത് ആ ഒരു മയിൽപ്പീലിക്ക് ആ സെൻറ്ററിൽ മാത്രമാണ് കളർ ചെയ്യുന്നത്. നീല കളറും കൊടുത്ത് അതിന് ചുറ്റും ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിങ്സിൽ നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗത്തെല്ലാം തന്നെയും ഗോൾഡൻ കളർ യൂസ് ചെയ്ത് ആ ഒരു ചുണ്ടിനും ചെയ്ത് ഇതിന് ഞാൻ ആ ലെഗ് പോർഷന് ഞാൻ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ആ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് അവിടെ കുറച്ച് പിന്നെ ഫോം ഷീറ്റാണ്, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് അതിന് ഗ്രീൻ കളറും അവിടെ തന്നെ ഒരു ഗ്ലിറ്റേർഡ് റെഡ് കളറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലവറും അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന രീതിയിൽ ചെറിയ സ്റ്റോൺ വർക്കുകൾ ചെയ്ത് അതിനെ നല്ലതുപോലെ അതിൻ്റെ സെൻറ്ററിൽ മുത്തും വെച്ച് നല്ല രീതിയിലൊരു നല്ലൊരു വാൾ ഹാങ്ങിങ് ആയി കഴിഞ്ഞ്